നമസ്കാരം. എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്നൊക്കെ കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്, അല്ലേ? ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, ഇതിന് ഒരുപാട് പണം വേണം, നിയമങ്ങൾ അറിയില്ല, അങ്ങനെ നൂറുകൂട്ടം സംശയങ്ങൾ. പക്ഷേ ഇന്ത്യൻ സംരംഭകരെ പിന്നോട്ട് വലിക്കുന്ന അത്തരം പേടികളെയും തെറ്റിദ്ധാരണകളെയും നമുക്കിന്ന് പൊഴിച്ചെഴുതാം. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവല്ലേ? ഇതൊക്കെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതിൽ വിജയിക്കാനാകുമോ? സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ചിന്തയാണ് കഴിവുള്ള ഒരുപാട് പേരെ ഈ വലിയ അവസരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അടുത്തൊരു പേടി അത് പൈസയുടെ കാര്യത്തിലാണ്. ലക്ഷങ്ങളും കോടികളും കയ്യിലില്ലാതെ ഈ ബിസിനസ്സിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല എന്നൊരു ധാരണയുണ്ട്. സാമ്പത്തികമായി വലിയ പിൻബലമൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇതൊരു നടക്കാത്ത സ്വപ്നം മാത്രമായിരിക്കുമോ? ഇതാണ് നമ്മൾ നേരിടുന്ന ആദ്യത്തെ വലിയൊരു മതിൽ. പിന്നെ വരുന്ന പേടിയാണ് റിസ്ക്. അന്താരാഷ്ട്ര തലത്തിലുള്ള കച്ചവടമല്ലേ, ഒരുപാട് ചതിക്കുഴികളുണ്ടാവില്ലേ? കൊടുത്ത പണം തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? എനിക്കത് താങ്ങാൻ പറ്റുമോ? ഈ സംശയങ്ങളെല്ലാം വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഈ പേടിയൊക്കെ ശരിയാണോ? ഇതിന് പിന്നിലെ സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നതിന് മുൻപ് നമുക്ക് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എന്താണ് ശരിക്കും ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും? ഇതിന്റെ ബേസിക്സ് ക്ലിയർ ആയാൽ തന്നെ നമ്മുടെ പകുതി പേടി മാറും. കയറ്റുമതി, അതായത് എക്സ്പോർട്ട്, വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനമോ സേവനമോ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വിൽക്കുന്നു. അതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ ഒരു ചക്കയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ അത് ലോകത്തിന്റെ വേറൊരു കോണിലേക്ക് നമ്മൾ വിൽക്കുന്നു. അത്രയുള്ളൂ സംഭവം. അതുപോലെ തന്നെയാണ് ഇറക്കുമതി, അതായത് ഇമ്പോർട്ട്. ഒരു വിദേശ രാജ്യത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നു. കയറ്റുമതിയുടെ നേരെ ഓപ്പോസിറ്റ്. സിമ്പിളല്ലേ? ഇനി ഒരു കച്ചവടം എപ്പോഴാണ് എക്സ്പോർട്ട് ആകുന്നത്? അതിന് ഒരൊറ്റ റൂളേ ഉള്ളൂ, അത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടക്കണം. ഒരു ഉദാഹരണം നോക്കാം. ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു കണ്ടെയ്നർ അയക്കുന്നത് എക്സ്പോർട്ടല്ല, അത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരു കച്ചവടം മാത്രം. പക്ഷേ അതേ കണ്ടെയ്നർ ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് അയക്കുമ്പോൾ അത് ഇന്ത്യയുടെ അതിർത്തി കടന്നു. അതോടെ അതൊരു എക്സ്പോർട്ടായി മാറി. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ശരിക്കുള്ള വിഷയത്തിലേക്ക് വരാം. ഈ മേഖലയെപ്പറ്റി ഒരുപാട് പേർക്കുള്ള ചില വലിയ തെറ്റിദ്ധാരണകളെ നമുക്കൊന്ന് നേരിടാം. ഓരോ മിഥ്യാധാരണയും എന്താണ്, അതിന്റെ സത്യം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നമ്മൾ നേരത്തെ സംസാരിച്ച ആ പൈസയുടെ കാര്യം തന്നെ. കയറ്റുമതിക്ക് ഭീമമായ നിക്ഷേപം വേണമെന്നുള്ള ചിന്ത. ഇത് പണമുള്ളവരുടെ മാത്രം കളിയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ സത്യം അതല്ല കേട്ടോ. എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് പണം ഇറക്കുന്ന ഒരു കളിയല്ല, മറിച്ച് അതൊരു പ്രോസസ് ബേസ്ഡ് ബിസിനസ്സാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെപ്പറ്റി എത്രത്തോളം അറിയാം, നിയമങ്ങൾ നിങ്ങൾ എത്ര കൃത്യമായി പാലിക്കുന്നു എന്നതാണ്. അറിവാണ് ഇവിടത്തെ റിയൽ ഇൻവെസ്റ്റ്മെന്റ്, പണമല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്ന് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും ആരാണെന്നറിയാമോ? MSMEകൾ, അതായത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ചെറിയ കച്ചവടക്കാർ, പിന്നെ സ്വന്തമായി ഒന്നും ഉണ്ടാക്കാതെ മറ്റുള്ളവരുടെ സാധനങ്ങൾ വാങ്ങി കയറ്റുമതി ചെയ്യുന്ന മെർച്ചന്റ് എക്സ്പോർട്ടർമാർ. ഇവർക്കെല്ലാം കുറഞ്ഞ മുതൽമുടക്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണ, എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വലിയൊരു കമ്പനി തന്നെ വേണം, സ്വന്തമായി വലിയ ഫാക്ടറിയും ഒരുപാട് ജോലിക്കാരുമൊക്കെ വേണമെന്നൊരു ചിന്ത. ഇതും കഴിവുള്ള പലരെയും പിന്നോട്ട് വലിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ശരിക്കും നിയമം എന്താ പറയുന്നത്? ആർക്കൊക്കെ കയറ്റുമതി ചെയ്യാം? സത്യം പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലും സ്വന്തം പേരിൽ എക്സ്പോർട്ട് തുടങ്ങാം. ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനത്തിന് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റിന് തുടങ്ങാം. ഇവർക്കെല്ലാം നിയമപരമായി എക്സ്പോർട്ട് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. കമ്പനിയുടെ വലുപ്പമല്ല പ്രധാനം, നിയമപരമായ കാര്യങ്ങൾ കൃത്യമായിരിക്കണം എന്നേയുള്ളൂ. ഇനി അടുത്തത്, ഒരു ഏജന്റ് ഇല്ലാതെ ഈ പണി നടക്കില്ല എന്നൊരു ചിന്തയുണ്ട്. എല്ലാത്തിനും ഒരു ഇടനിലക്കാരൻ വേണം, നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ. സത്യത്തിൽ ഏജന്റ് നിർബന്ധമേ അല്ല, അതൊരു ഓപ്ഷൻ മാത്രമാണ്. ഇവിടെ നിർബന്ധമുള്ള ഒരേയൊരു കാര്യം അറിവാണ്. നിങ്ങളൊരു ഏജന്റിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബിസിനസിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കൂട്ടിക്കോ. ഏജന്റ് ഒരു സഹായത്തിനു മാത്രം. ബിസിനസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എപ്പോഴും നിങ്ങൾ തന്നെ ഇരിക്കണം. ഇനിയാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു തെറ്റിദ്ധാരണ. സാധനങ്ങൾ ഷിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു, എക്സ്പോർട്ട് വിജയകരമായി എന്നൊരു ചിന്ത.
ഒരുപാട് പുതിയ ആളുകൾ വീണുപോകുന്ന ഒരു കെണിയാണിത്. അപ്പോ എന്താണ് യഥാർത്ഥ വിജയം? സാധനങ്ങൾ അയക്കുന്നതാണോ? അല്ലേ അല്ല. എപ്പോഴാണോ ആ സാധനത്തിന്റെ മുഴുവൻ പണവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്, ആ നിമിഷമാണ് യഥാർത്ഥ വിജയം. പണം കയ്യിൽ കിട്ടാതെ എക്സ്പോർട്ട് ഒരിക്കലും പൂർണ്ണമാവുന്നില്ല. നമ്മുടെ ലക്ഷ്യം സാധനം അയക്കുക എന്നതല്ല, പണം നമ്മുടെ അക്കൗണ്ടിലെത്തിക്കുക എന്നതാണ്. ഈയൊരു കാര്യം, അതായത് പണം കയ്യിൽ കിട്ടുന്നതാണ് ലക്ഷ്യം എന്ന കാര്യം മറന്നുപോകുന്നതുകൊണ്ടാണ് പലരും ഇതിൽ പരാജയപ്പെടുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഇനി വിജയത്തിലേക്കുള്ള വഴിയെന്താണെന്ന് നോക്കാം. ശരിക്കും ഈ ബിസിനസ്സിലെ വിജയം ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നല്ല, അത് പൂർണ്ണമായും പ്രോസസ്സിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഒരു വിജയകരമായ എക്സ്പോർട്ട് ബിസിനസ്സിന് ശരിക്കും 4 തൂണുകളുണ്ട്. 1. കറക്റ്റ് ഡോക്യുമെന്റേഷൻ, ഓരോ രേഖകളും പിഴവില്ലാതെ തയ്യാറാക്കണം. 2. കസ്റ്റംസ് നിയമങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ. 3. പണം ഉറപ്പാക്കുന്ന ശരിയായ പേയ്മെന്റ് രീതികൾ. 4. ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, എല്ലാ നിയമങ്ങളും പാലിക്കുന്നതിലുള്ള ഒരു ഡിസിപ്ലിൻ. ഇതിലെവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ മതി നിങ്ങളുടെ ബിസിനസ് മുഴുവൻ കുഴപ്പത്തിലാകാൻ. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ എങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്? ഇവിടെ ലക്ക്, ഹോപ്പ്, ഇമോഷൻ ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ല. ഇതിനു പകരം നിങ്ങൾക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്: ഒരു സിസ്റ്റം, ക്ഷമ, പിന്നെ നല്ല അച്ചടക്കം. ഈ 3 കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടു പോകാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? എങ്ങനെയാണ് ആ ഒരു പേടിയിൽ നിന്ന് കോൺഫിഡൻസിലേക്ക് എത്താൻ കഴിയുക? എല്ലാവരും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാകാനുള്ള ഒരു വഴിയല്ല. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ് ബേസ്ഡ് ബിസിനസ്സാണ്. ഓരോ പടിയും ശ്രദ്ധിച്ച് കയറേണ്ട ഒരു ബിസിനസ്. അവസാനമായി ഈ ഒരു കാര്യം മാത്രം പറയാം. നിങ്ങൾ ഇതിന്റെ പ്രോസസ്സ് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പേടി പതിയെ കുറയും. ആ സ്ഥാനത്തേക്ക് കോൺഫിഡൻസ് വരും. കാരണം അറിവാണ് പേടിയെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ മരുന്ന്. അപ്പോ ആ അറിവ് നേടാൻ നിങ്ങൾ റെഡിയാണോ?